ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വിദേശ പണമിടപാടിൽ വീണ ടിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇഡി തയ്യാറെടുക്കുകയാണ്. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ സമൻസ് നൽകും. CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കെതിരെ പുതിയ കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദുബായിലേക്ക് 85 ലക്ഷം കൈമാറിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഫെമ കേസ് രജിസ്റ്റർ ചെയ്യും. വീണ ഉപയോഗിച്ച സിം കാർഡ് എടുത്തത് ഡിവൈഎഫ്ഐ നേതാവ് നന്ദുലാലിന്റെ പേരിലാണെന്ന് കണ്ടെത്തി. അതേസമയം മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലും അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ഇഡി. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, വീണ ടി 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നതാണ് ഇഡി ഇപ്പോൾ പുതിയ കേസ് ഫെമ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാനുള്ള കാരണമായി പറയുന്നത്. ആ പണം അവിടെ പിൻവലിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ചും ഇഡിക്ക് വിവരങ്ങൾ കിട്ടി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ സമൻസ് അയക്കാനാണോ തീരുമാനം? മാധു, ഉടൻ തന്നെ സമൻസ് ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും മെയ് 27 നടത്തിയ റെയ്ഡാണ് ഇതിൽ നിർണായകമായി മാറിയെന്നുള്ളതാണ് ഇഡി പറയുന്നത്. അന്ന് വീണയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു ഡയറി കിട്ടുന്നത്. ആ ഡയറിയിലാണ് വീണയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്തിയെന്നുള്ളതാണ് ഇഡി പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുബായിലേക്ക് 85 ലക്ഷം രൂപയാണ് വീണ അയച്ചു നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ 20 കോടിയുടെ കണക്കുകൾ ആ ഡയറിയിൽ ഉണ്ടെന്നുള്ളതും ഇഡി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വിദേശത്തേക്ക് അയച്ച, അതായത് വിദേശ പണമിടപാട് സംബന്ധിച്ച വലിയ ദുരൂഹതയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഫെമ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട്, ഫെമ ചട്ട ലംഘനം, അതായത് ഫെമ നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇഡി പരിശോധിക്കുക ആർക്ക് വേണ്ടിയാണ് ഈ പണം അയച്ചത്, ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് പണം അയച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെയാണ് ഇതിൽ മറ്റു കാര്യങ്ങൾക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. അതൊരു സിം കാർഡാണ്. നേരത്തെ ഈ റെയ്ഡ് നടത്തുന്നതിനിടയിൽ ഈ ഡയറയ്ക്കൊപ്പം തന്നെ ഒരു ഫോട്ടോ ലഭിച്ചിരുന്നു. അത് വീണ ഉപയോഗിച്ചിരുന്ന ഒരു സിം കാർഡിന്റെ ഫോട്ടോയാണ്. അത് എടുത്തു നൽകിയിരുന്നത് ഡിവൈഎഫ്ഐ നേതാവായ, അതായത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും ഡിവൈഎഫ്ഐ നേതാവുമായ നന്ദുലാൽ എന്നുള്ളതാണ് ഇഡിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 2024 മുതൽ വീണ ഈ സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് കോൾ അടക്കം ചെയ്തിട്ടുണ്ടെന്ന നിഗമനത്തിലേക്കാണ് ഇഡി എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കോഴിക്കോട് റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ നന്ദുലാലിന്റെ വിശദമായ മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ നന്ദുലാൽ പറഞ്ഞത് മുഹമ്മദ് റിയാസും വീണയും പറഞ്ഞത് പ്രകാരമാണ് താൻ ഇത്തരത്തിലൊരു സിം എടുത്ത് നൽകിയെന്നുള്ളതാണ്. ആ സിം നൽകിയതിന് ശേഷം എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്തതെന്നുള്ളത് തനിക്ക് അറിയില്ല എന്നുള്ളതും മൊഴിയായി നൽകിയിട്ടുണ്ട്. ഈ മൊഴി അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ പരിശോധനകളിലേക്കാണ് ഇഡി കടന്നിരിക്കുന്നത്. വീണ ടിയുടെ വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൂടിയുണ്ടാകും. അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമൻസ് അയച്ച് വീണ്ടും ചോദ്യം ചെയ്യും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.